ഇല്ല, ഞാൻ ക്യാപ്പൊക്കെ വെച്ച് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് രാത്രിയിൽ നിൽക്കണേ. രാവിലെ പോകുമ്പോൾ ഒരു കണ്ണടയും കൂടി എടുത്ത് ഫിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ എനിക്ക് 2-3 മാസം മുമ്പ് ഒരു കൂളർ അടിച്ചിട്ടുണ്ടായിരുന്നു. കൂളറ് നിരവധി സിനിമകളിലും അത്ര തന്നെ കഥാപാത്രങ്ങളിലും ഈ ഒരു പ്രതിഷ്ഠ കുറച്ചുകൂടി ഉറപ്പിക്കാനേ ആൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു നടിയാണെന്നതിലുപരി സ്വന്തം മകളോടും ചേച്ചിയോടും അനിയത്തിയോടും ഒക്കെ എത്ര സ്നേഹം നമ്മൾ കാണിക്കുമോ അത്രയും സ്നേഹം നമ്മൾ കാണിച്ചിട്ടുള്ള നെഞ്ചിലേറ്റിട്ടുള്ള പ്രിയപ്പെട്ട നവ്യ നായരെ ഞാൻ ഇതിനോട് ക്ഷണിക്കുകയാണ്. എനിക്ക് ഒരു പോലീസ് ഓഫീസർ, ഒരു സ്ത്രീ പോലീസ് ഓഫീസർ, ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്ന ഒരു മോഡിലേക്ക് കടന്നുപോയതാണ്. ആദ്യം ജനങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉറപ്പായിട്ടോ ഇടയ്ക്കൊക്കെയാണ് ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഹായ്, ആ സിനിമ കാണാൻ നിങ്ങൾ പ്രേക്ഷകരെത്തുന്നത് കൊണ്ടാണ്. നിങ്ങൾ തരുന്ന സ്നേഹം, സപ്പോർട്ട്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ തിരക്കുകളുണ്ട് ജീവിതത്തിൽ. എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ വന്നവരുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ വന്നവരുണ്ടാവും, സിനിമകൾ കാണാൻ വന്നവരുണ്ടാവും. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ ഞങ്ങളെല്ലാവരെയും കാണാൻ നിങ്ങൾ മാറ്റിവെക്കുന്ന ഈ ഒരു സമയം, നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പരിഗണന, സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ് ഇന്നും സിനിമാ നടി എന്ന ലേബലിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുന്നത്. അതിന് ദൈവത്തിനോടും ഓരോ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഹെവന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. എനിക്കൊരു സ്ത്രീ പോലീസ് ഓഫീസറിനെ ഡയറക്റ്റായിട്ട് ഒരു ഫ്രണ്ടായിട്ടോ, അല്ലെങ്കിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു സ്കൂൾ ടീച്ചർ നമുക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, സ്ത്രീകൾ ഒരുപാട്. എനിക്ക് വളരെ ഈസിയാണ്, കാരണം എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിലുണ്ടാവുന്ന അമ്മയുടെ തിരക്കുകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വനിതാ പോലീസ് ഓഫീസറിനെ എനിക്ക് നേരിട്ട് കണ്ട്, കാരണം അവർ നമ്മളെ മാതിരിയല്ല, അവരുടെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ പോയി എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ലല്ലോ ലൊക്കേഷനിൽ പോകുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി ഡെഫിനറ്റായിട്ട് നേരത്തെ ഇന്ദ്രൻസ് ഏട്ടൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമ്മളൊരു ഹോംവർക്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ കുറേ നാളില്ലാതെ വളരെ വേഗം ഒബ്സർവേഷൻ കൊണ്ട് നമ്മളതിനെ കുറേയൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ടൗൺ SI ആയ ഷാഹിന മാമിയുടെ ട്രിവാൻഡ്രംകാരിയാണ്. നമ്മുടെ എറണാകുളം ടൗണിൽ പോലീസ് സ്റ്റേഷനിൽ പോയി മാമിൻ്റെ ഒപ്പം ഇരുന്നു. മാമാണ് എന്നെ സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. മാമിൻ്റെ ഒപ്പം ഞങ്ങൾ ഓടാൻ പോയി, നൈറ്റ് പെട്രോളിങ്ങിന് പോയി. നൈറ്റ് പെട്രോളിങ്ങിൽ അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സംസാര രീതി, ഒരു ടോണാലിറ്റിയൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ മാമിനോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്നോട് സംസാരിക്കുമ്പോൾ മാമിൻ്റെ ശബ്ദം മാം അങ്ങനെയല്ല സംസാരിക്കുന്നത്, ഭയങ്കര വേറൊരു ഇതിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു. അതപ്പോൾ മാം പറഞ്ഞു, ഞങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയാണ്, ഞങ്ങളുടെ ട്രെയിനിങ് അത്ര റിഗറസ് ആണ്. കാരണം ഒരു മനുഷ്യനൊരു പോലീസ് ഇല്ല, ഒരു കൂട്ടം മനുഷ്യർക്കാണ് ഒരു പോലീസ് ഉള്ളത്. ഈ പോലീസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ആ കാക്കിയുടെ വിലയാണ്, ആ ഡ്രസ്സ് അവരുടെ ദേഹത്തേക്ക് ആ കുപ്പായം കയറുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു പരകായ പ്രവേശത്തിൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെ, ആ ഒരു ധീരതയുടെ ഒക്കെ ഒരു ബാക്കിപത്രമാണ് നമ്മളുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ഭയം. അല്ലെങ്കിൽ ആ ഒരു ഭയം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ നീഡ് എ ലോട്ട് ഓഫ് ട്രെയിനിങ് ആൻഡ് ദേ ഹാവ് ഇറ്റ് ഓൾസോ. അത് എനിക്ക് അങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ മാമിൻ്റെ കൂടെ നിന്നപ്പോൾ, മാമിൻ്റെ ആ ഒരു രീതികൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. കാരണം സിനിമയിൽ ചിലപ്പോൾ ഒരു സല്യൂട്ടൊക്കെ ഒരു 2 സെക്കൻഡിൽ അങ്ങ് പോകും. പക്ഷേ വരുന്നെങ്കിലും മോശമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ചിലപ്പോൾ നല്ലതായാൽ ശ്രദ്ധിച്ചൊന്നും വരില്ല. എന്തായാലും പോലീസ് ഇന്നലെ ഞാൻ കുറേ തിയേറ്റേഴ്സിലൊക്കെ നമ്മളിങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ സ്ത്രീകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പോലീസ് വേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിശ്രമം നടത്തി ആ ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഷാഹിന മാമിനോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ റിയാലിറ്റിയിൽ പെട്രോളിങ്ങിന് പോയപ്പോൾ ആരെങ്കിലും നവ്യ നായരെ കണ്ട് തിരിച്ചറിഞ്ഞോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല, ഞാൻ ക്യാപ്പൊക്കെ വെച്ച്
മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് രാത്രിയിൽ നിൽക്കണേ. രാവിലെ പോകുമ്പോൾ ഒരു കണ്ണടയും കൂടി എടുത്ത് ഫിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ ഒന്നുമില്ല ബാക്കി. സ്റ്റേഷനിൽ മാസ്ക് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് സ്റ്റേഷനിൽ പോയിരിക്കും. അങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് ജീപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവരെയും ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് നിർച്ചിക്കും. എന്താ അടിച്ചിട്ട് വന്നതാണോ? അപ്പം ഞാൻ ലൈസൻസ് ഇല്ല. ഞാൻ പറയും വണ്ടി എവിടെ? ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നാൽ അങ്ങോട്ട് പോ, അടച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും. അവർ വിചാരിക്കുന്നത് അവരെ പോലെ തന്നെ എന്നെയും ഇവിടെ പെറ്റിയടയ്ക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് എന്ന് വിചാരിച്ചു. പക്ഷെ ആൾക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വിടാം. അതായത് ഈ ഒരു സിനിമയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ സ്ട്രഗിൾസ് മാത്രമല്ല ജാൻസി എന്നുള്ള ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത്. അവർക്ക് ഒരു ലൈഫുണ്ട്. ആ ഒരു ലൈഫിൽ അവർ എന്താ പറയുക തോറ്റുപോയി എന്നൊരു തോന്നലിലൂടെ ജീവിക്കുന്നത്. അത് അവരിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡെഡ് കോപ്സ് ആയിട്ടിരിക്കുന്ന പോലെയാണ് ഓരോ. ഞാനത് വളരെയധികം ശ്രദ്ധിച്ചു ആ ഒരു കാര്യം. സോ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ എന്ത് തോന്നി? അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ലൈഫ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അല്ലാതെ ചിലപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. പോലീസല്ല നടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്നും ചിരിച്ചു നിൽക്കുന്ന, എപ്പോഴും ഇൻസ്പിറേഷനിൽ വർത്താനം പറയുന്ന ഒരു നവ്യ നായരായിരിക്കും നിങ്ങളെ കാണുന്നുണ്ടാവുക. പക്ഷേ ചിലപ്പോൾ ഈ ഇൻസ്പിറേഷൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് വീട്ടിൽ ചെന്ന് നെഞ്ച് തടിച്ച് കരയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഹെവനെ ആണെങ്കിലും ഇപ്പം ഇവിടെ നിന്ന് വളരെ സ്മാർട്ടായിട്ട് അടിച്ചു പൊളിച്ച് ഭയങ്കര ഒരു RJ ആയതുകൊണ്ട് തന്നെ വാക്കുകൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ? ചിലപ്പോൾ പക്ഷെ വീട്ടിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണെങ്കിലും ഘോരം കോടതിയിൽ വാദിക്കുന്ന ഒരു വക്കീലാണെങ്കിലും അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ പ്രൊഫഷൻ വേറെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ കാണുമ്പോൾ എല്ലാവരും ആ ജോലിയാണ് ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെ ചെയ്യുന്നു, ജാൻസിയും അതുപോലെ തന്നെ ചെയ്യുന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇവരെല്ലാവരും ജോലി ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാളാണ്. ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിലുള്ള ഒരാളാണ്. പേഴ്സണൽ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടിക്കൂടെ കടന്നു പോയാലും പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ മുന്നിലേക്ക് പോയേ പറ്റും. ഇന്ദ്രൻ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ഡയലോഗ് ചോദിച്ചപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് എല്ലാ ആൾക്കാരും പറഞ്ഞതാണ് ഇന്ദ്രൻ ചേട്ടൻ. സോറി കേട്ടോ, ഞാൻ പറഞ്ഞോട്ടെ. കണ്ടിന്യൂ. ഇന്ദ്രൻ ചേട്ടൻ നേരത്തെ 5-ാം പാതിരയിലെ ഡയലോഗാണെങ്കിലും നമ്മളുടെ സിനിമയിലെ ആ ഒരു ഡയലോഗാണെങ്കിലും ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ കാര്യം. ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരു പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ പോലും തിരിച്ച് ഐ ഓൾവേസ് അഡ്മയർ ഹിം. ഞാൻ എപ്പോഴും വിചാരിക്കും. ഇപ്പം ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവിടെ മാസ്ക് ഇട്ടിട്ട് ഒരു മൂലയിൽ നിന്നൊക്കെ എവിടെ ലൊക്കേഷനിൽ വന്നാൽ മതി എന്തൊരു മനുഷ്യനെ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. ഇത്ര വലിയ ഞങ്ങളെയൊക്കെ മേടിക്കാനുള്ള കാശുണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ. പക്ഷേ ആ ലുക്ക് കണ്ടാൽ നമ്മൾ പറയോ ഇത്ര രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളാണ്, ഇത്ര വലിയ റെമ്യൂണറേഷൻ സിനിമയിൽ മേടിക്കുന്ന ഒരാളാണ്, ദിവസത്തിന് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരാളാണ്. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഉള്ളത്. ദാറ്റ് ഷോസ് ഇൻ എവറി സീൻ ആൻഡ് ഷീ വാക്സ് ഇൻ ഈസ് ദ ഫോറസ്റ്റ് ഓഫീസർ. അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ ആവേശത്തിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് പോലും. പക്ഷേ വെൻ ഐ റിയലി വർക്ക് വിത്ത് യു ആർ എൻ അമേസിംഗ് ആർട്ടിസ്റ്റ്. ഐ ഷുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ്. ആൻഡ് ഇവിടെ നെക്സ്റ്റ് നമ്മുടെ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആത്മീയ. വന്നതുകൊണ്ട് എനിക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ അബൌട്ട് ദം. ആത്മീയയുടെ ക്യാരക്ടർ ചിലപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ പലർക്കും ഉണ്ടാവും. പ്രണയത്തിലൊക്കെ സ്റ്റക്കായി പോയി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ വേറെ പല കാര്യത്തിലും മുന്നോട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന പല ആൾക്കാരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടുകൂടിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ സ്റ്റക്കായി പോയൊരു ക്യാരക്ടറാണ് ആത്മീയ ചെയ്യുന്നൊരു ക്യാരക്ടർ. വെരി ഡിഫിക്കൽട്ട്, വെരി വൾണറബിൾ. സ്ത്രീകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ 3 സ്ത്രീ കഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. എൻ്റെ ജാൻസി എന്ന ക്യാരക്ടർ, ആത്മീയ ചെയ്യുന്ന ക്യാരക്ടർ, പിന്നെ ആനഗസ്റ്റിൻ ചെയ്യുന്നൊരു ക്യാരക്ടർ. ഈ 3 ക്യാരക്ടറിനും വളരെയധികം നമ്മളുടെ അവരുടെ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഒരു സ്ത്രീ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 സ്ത്രീകളിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അവസ്ഥയിലൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. എന്തായാലും താങ്ക് യു സോ മച്ച്. സോറി കേട്ടോ, ഞങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
ചേച്ചിയുടെ വോയിസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ ഞങ്ങൾ പറയുന്നത്? കോഴിക്കോട് പോയപ്പോൾ ഉണ്ടല്ലോ, കോഴിക്കോട്ടെ ജനങ്ങളൊക്കെ ഭയങ്കര കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. തിരുവനന്തപുരത്തിന് ശക്തി പോരാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടാണോ? ഞങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? കൈയടിക്കാൻ ഒരു 5 പൈസയുടെ ചെലവോ ടാക്സോ കൊടുക്കേണ്ടാത്ത പരിപാടിയല്ലേ? നിങ്ങൾ തരുന്ന കൈയടിയല്ലേ ഞങ്ങൾക്ക് ആകെപ്പാടെയുള്ള ഒരു പ്രോത്സാഹനം. ഇത് പിശുക്ക് വിചാരിക്കാതെ ഒന്ന് കൈയടിച്ച് ഞങ്ങളൊക്കെ സന്തോഷിപ്പിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ ഡാൻസ് കളിക്കും. പൂജയൊക്കെ ഒന്ന് ഡാൻസ് കളിക്കും. ഇന്ദ്രൻസായിട്ട് മേക്കും ഡാൻസ് കളിക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സന്തോഷം. ഞാൻ പറയോ? തിരുവനന്തപുരക്കാരനാണ് നമ്മുടെ ചിലരൊക്കെ പറയും തിരുവനന്തപുരക്കാരെ കുറച്ച് ടഫാണെന്ന്. ശബ്ദം മാത്രമല്ല നൃത്തത്തിലും അതെ, അടിപൊളിയാണ്. ചിലപ്പോ മനസ്സിലാക്കാൻ പോവാണ് തിരുവനന്തപുരക്കാരെ നമ്മൾ പറയും കുറച്ചൊക്കെ നോ 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 ചെറുതായിട്ട് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം ഇങ്ങനെ ടഫാണെന്ന് പറയുന്നുണ്ട്. സോ ഒരു തിരുവനന്തപുരക്കാരനാണ് ഇന്ദ്രൻസ് ചേട്ടൻ. സോ ആളുടെ വിനയവും ആ ഒരു സിംപ്ലിസിറ്റി ഒക്കെ നോക്കിയേ. സോ ഇതാണ് യഥാർത്ഥ തിരുവനന്തപുരക്കാരൻ. ഒന്ന് കൈയടിച്ചേ. യെസ്. ഇന്ദ്രൻസ് ചേട്ടൻ അടുത്ത് നിർത്തിക്കോ. എല്ലാവരും ഗേൾസ് അല്ലേ? ഇതുപോലെ ഒരു ഡാൻസറിന് നമ്മുടെ കയ്യിലിട്ട് ഒരു കുഞ്ഞൊരു ഡാൻസ് സ്റ്റെപ്പ് കളിക്കാതെ വിട്ടാൽ ഇവർ എന്നെ ചെയ്ത് പറയും. എനിക്ക് ഇതായിട്ടല്ല, ഇവർ ഉറപ്പായിട്ട് വിചാരിക്കും ഡാൻസ് കളിപ്പിച്ചില്ലല്ലോ എന്നുള്ളത് ഉറപ്പായിട്ട് ഇല്ലില്ല. പണിയല്ല, ഇത് പണിയല്ല, വളരെ സിമ്പിൾ ആയിട്ട് യോഗ. പിന്നെ നരിവേട്ട വേറെയും സിനിമകളിലെ വേറൊരു സിനിമയും കൂടി ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അടിപൊളി പാട്ടുകളാണ്. അതേ മാജിക് തീർത്തുകൊണ്ടിരിക്കുകയാണ്. 2025 ആളുടെ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഡാൻസ് കളിച്ച് തുടങ്ങിയപ്പോഴേക്കും നിർത്തിയോ എന്നുള്ളൊരു ചോദ്യമാണ്. പാട്ട് വെച്ചവർക്ക് എന്നെ സഹിക്കാൻ പറ്റില്ല. നല്ല സാധാരണ ഡപ്പമൊക്കെ എനിക്ക് അറിയാവുന്ന നല്ല സ്റ്റെപ്പ് ഇട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു സോറി പറയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്തു, എല്ലാവരും സ്റ്റേജിലോട്ട് വന്നു. താങ്ക് യു സോ മച്ച്. സോ നിങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് നമുക്ക് കാണാം. ഇന്ദ്രൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും, അതുപോലെ നവ്യ നായർ, ആത്മീയ, പൂജ, ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ എവറി ക്രൂ മെമ്പേഴ്സ്, വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ വേദിയിലോട്ട്, പ്ലീസ്.
ലുലു കോൺടെസ്റ്റും ക്യാമ്പയിൻസ് ഒക്കെ നടത്തിയിട്ട് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. സോ സമ്മാനം വിൻ ചെയ്തിട്ടുള്ളവർ ഇവിടെ എത്തിയിട്ടും കൂടിയുണ്ട്. സോ അതിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ലുലുവിൽ നടന്നിരുന്ന ഒരു ഷോപ്പ് ആൻഡ് വിൻ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നടന്നിരുന്ന ജൂലൈ 1 മുതൽ 31 വരെയുള്ള സമയത്തായിരുന്നു. ലുലു ഹാപ്പിനെസ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് 3000 മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടോ സമ്മാനം നേടാനായിട്ട് ഒരു ചാൻസ് ഒരുക്കിയതായിരുന്നു ലുലു. സോ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രൈസസ് ഉണ്ടായിരുന്നു. ആ പ്രൈസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. മിസ്റ്റർ ഷിജീഷ് പാലക്കൽ, ജനറൽ മാനേജർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ട്രിവാൻഡ്രം, പ്ലീസ് സർ. മിസ്റ്റർ മുജീബ് സലാഹുദ്ദീൻ, ജനറൽ മാനേജർ ലുലു ഹൈപ്പർ മാർക്കറ്റ്. മിസ്റ്റർ വിഷ്ണു വിജയൻ, മാർക്കറ്റിംഗ് മാനേജർ. ഒന്ന് ആലോചിച്ച് നോക്കിയ ഈ ഒരു കാർ അങ്ങനത്തെ അതിലൊരു കാറിന്റെ പേര് എറ്റിയോസ് പോലത്തെ കാറ്. വാവ്, കാറൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് 2-3 മാസം മുമ്പ് ഒരു കൂളർ അടിച്ചിട്ടുണ്ടായിരുന്നു. കൂളർ അത്രയൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും സന്തോഷമാണ്. നമ്മള് ആ ഒരു ഫാമിലിനെ ക്ഷണിക്കുകയാണ് വേദിയിലോട്ട്. ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ടൊയോട്ട ഗ്ലാൻസിയാണ് സുമീറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സുമീറയ്ക്കും ഫാമിലിക്കുമായിട്ട്. താങ്ക് യു സോ. ഓണം റിലേറ്റഡ് ആയിട്ട് നടന്നിയൊരു ക്യാമ്പയിന്റെ പേര് സൗഭാഗ്യോത്സവം 2025 എന്നുള്ളതായിരുന്നു. ചെയ്ത ആൾക്കാരിൽ നിന്നാണ് ഒരു ലക്കി ഡ്രോ എടുത്തിട്ടുണ്ടായിരുന്നത്.